റോച്ചായ 100 സീറ്റിലധികം വിജയിച്ചില്ലെങ്കിൽ വനവാസം എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ആർജവത്തോടെ വെല്ലുവിളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തെളിയിച്ചു കൊടുത്തു. ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് കാര്യമുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു വിജയത്തിന്റെ മുഖ്യ ശില്പി എല്ലാവർക്കും ഒരു ഘടകകക്ഷികളിലുള്ളവരും കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മുന്നണിക്ക് ടീം UDF എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിനകത്ത് പിടിച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അത് മുൻകൂട്ടി തന്നെ പറയാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. സതീശനാണ് ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങി കേരളത്തിൽ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി 100 സീറ്റ് വാങ്ങി അധികാരത്തിൽ വരുമെന്ന് ആദ്യം പറഞ്ഞത് സതീശനാണ്. അതിന് വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇൻ കേസ് ഈ ഒരു തിളക്കമാർന്ന വിജയം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയാനും ഉള്ള ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് സതീശൻ. നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. സതീശൻ 2021 സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ ചുമതല പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ചുമതല ഏൽപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരുന്നു. ഈ സംസ്ഥാനത്ത് കേവലം 20-21 സീറ്റും നേടി ഏറ്റവും സങ്കടകരമായ സ്ഥിതിയിൽ അപമാനകരമായ സ്ഥിതിയിൽ നിന്ന ഒരു മുന്നണിയായിരുന്നു അന്ന്. അപ്പൊ സതീശൻ ചുമതല എടുക്കുമ്പോൾ സതീശന് 20 വർഷത്തെ നിയമസഭാ പാരമ്പര്യം മാത്രമാണുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവല്ല. കാരണം അദ്ദേഹം പാർട്ടിയിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനവും ഈ കാലഘട്ടങ്ങളിലും ഈ 20 വർഷത്തിനിടയിൽ വൈസ് പ്രസിഡന്റ് അതായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി. പിന്നെ ഒരു AICCയുടെ 100 സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി ആയിട്ട് ഇരുന്നു എന്നൊക്കെ ചോദിച്ചാൽ സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അത്ര പരിചിതനായിരുന്നില്ല. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ മിടുക്കനായിരുന്നു. അതൊഴിച്ചാൽ സതീശനെ കേരളത്തിൽ ഒരു പാൻ കേരള അപ്പിയറൻസ് പോലും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് ഈ എന്താ പറയുക, നമ്മൾ പൂജ്യത്തിൽ നിന്ന് ഈ ഒരു കൊട്ടാരം പണിഞ്ഞെടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് സതീശൻ ഈ പണി തുടങ്ങിയത്. അപ്പോൾ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായങ്ങൾ എല്ലാം സതീശനെതിരായിരുന്നു. കാരണം സതീശന്റെ പലപ്പോഴും ഉള്ള നിലപാടുകളാണ് സതീശനെ സമുദായങ്ങൾക്കും സഭകൾക്കും ഒക്കെ തന്നെ എതിരാക്കിയിരുന്നത്. അതായത് എതിരെന്നല്ല, ആക്രമിക്കപ്പെടുകയായിരുന്നു സതീശൻ ചുമതല എടുക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ സതീശൻ ധിക്കാരിയാണ്, സതീശൻ സമുദായ നേതാക്കൾ മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കുന്നില്ല, അവരോട് വിധേയത്വം കാണിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു സതീശനെതിരെ സമുദായങ്ങൾ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ. പക്ഷെ സതീശൻ അതിനകത്തൊന്നും വെള്ളം ചേർക്കാനും തയ്യാറായിട്ടില്ല. സതീശന്റെ ഒരു തിയറി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ സമുദായങ്ങൾക്കൊപ്പം ആരുടെയും മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല, അവരുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ താൻ തയ്യാറല്ല എന്ന് ഈ സ്ഥാനങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സതീശൻ പറഞ്ഞിട്ടുള്ള. ഉദാഹരണത്തിന് PT തോമസിന്റെ 2014 MP ഇടുക്കിയിലെ MP സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച സമയത്ത് സതീശൻ പറഞ്ഞു, അന്ന് അവിടുത്തെ ഇടുക്കി ബിഷപ്പായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ എന്ന് പറയുന്ന ബിഷപ്പ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ അന്നത്തെ കോൺഗ്രസ് MP ആയ PT തോമസിനെതിരായിരുന്നു. അപ്പൊ PT തോമസിന് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സഭയുടെ ആശീർവാദത്തോടുകൂടി തുടങ്ങിയ പ്രസ്ഥാനം പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് സഭയല്ല, അല്ലെങ്കിൽ മെത്രാന്മാരല്ല. അങ്ങനെ വരുവാണെങ്കിൽ KPCC പറയുന്ന പോലെ നിങ്ങൾ അച്ഛന്മാരെയും കപ്പ്യാരന്മാരെയും സ്ഥലം മാറ്റുകയോ നിയമിക്കുകയോ ചെയ്യുമോ എന്നൊരു ചോദ്യം അത് സഭയെ ചൊടിപ്പിച്ചാണ്. പ്രത്യേകിച്ച് ആ ബിഷപ്പിനെയും ആ പ്രദേശങ്ങളിലുള്ളവരെയും അത് ചൊടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ സതീശൻ പറഞ്ഞാണ് സമുദായ നേതാക്കന്മാരെ തിണ്ണനിറങ്ങാൻ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സതീശൻ ഈ MP പ്രതിപക്ഷ നേതാവായ സമയത്താണ് പറഞ്ഞത്, പാലാ ബിഷപ്പ് പറഞ്ഞല്ലോ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിലുണ്ടെന്ന്. അതിനെതിരെ ഒരു മത നേതാവ് അത്തരത്തിൽ പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇറക്കാൻ സതീശൻ തയ്യാറായി, അതിനുള്ള ആർജവം കാണിച്ചു. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അതൊരു നിലപാടായിട്ടാണ് കണക്കാക്കിയത്. സതീശൻ ഈ കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ച ചില നിലപാടുകളുടെ കൂടി അംഗീകാരമാണ്. പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് MLA പുറത്താക്കണം എന്നൊരു നിലപാട് ധീരമായൊരു നിലപാടായിരുന്നു സ്വീകരിച്ച്. കോൺഗ്രസിന് അങ്ങനെ ഒരു കാര്യം ആലോചിക്കാനേ പോലും പറ്റത്തില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പെടുന്നവരെ സംരക്ഷിക്കുകയോ ചേർത്ത് നിർത്തുകയോ ചെയ്യുന്ന പതിവിന് എതിരായിട്ടാണ് സതീശൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് അത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു. അതേപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിലപാട് സ്വീകരിച്ച PV അൻവറിനെ ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല എന്നും അത് അംഗീകരിക്കത്തില്ല എന്നും പറഞ്ഞ് സതീശൻ ഒരു നിലപാടെടുത്തു. അപ്പം ഈ നിലപാടുകളോട് പിന്നെ അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായിട്ട് വർഗീയതയുമായി ഒരു കോംപ്രമൈസും ഇല്ല, വർഗീയ കക്ഷികളുമായി കോംപ്രമൈസ് ഇല്ല എന്ന്
വളരെ ശക്തമായ രീതിയിൽ സതീശൻ പറഞ്ഞു. അതാണ് കേരളത്തിലെ ജനങ്ങൾ, കാരണം മതേതര നിലപാടുള്ള ഒരു സംസ്ഥാനത്ത് അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു. ചെറുപ്പക്കാരുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, പുരുഷന്മാരുടെ ഇടയിൽ എല്ലാം തന്നെ. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ എല്ലാ സമയവും വർഗീയത മാത്രം പറയുന്ന ഒരു കക്കൂസ് മാലിന്യം പോലെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് മാലിന്യം ചോർത്തി വിടുന്ന ഒരാൾക്കെതിരായിട്ട് ശക്തമായ നിലപാടാണ് സതീശൻ സ്വീകരിച്ച്. ഈ തരത്തിലുള്ള വർഗീയത പാടില്ല എന്നും മുസ്ലിങ്ങളെ, മറ്റ് ന്യൂനപക്ഷങ്ങളെ ഈ ആക്രമിക്കുന്ന ഈ ശൈലിയോട് യോജിപ്പില്ല എന്നും അത്തരക്കാരുമായി കൂട്ടുകൂടരുതെന്നും വളരെ ശക്തമായ നിലപാട്. അതുകൊണ്ട് SDPI, മുസ്ലിം തീവ്രവാദ പാർട്ടി എന്ന് അറിയപ്പെടുന്ന SDPI കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവരുടെ കാലിൽ പിടിച്ചു നടക്കരുത്. സതീശൻ വളരെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇത്തരം വർഗീയ ശക്തികളുമായിട്ട് ഒരു തരത്തിലുള്ള സഖ്യവും ആവശ്യമില്ല, ഞങ്ങൾ ആ സഖ്യം ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും പൊതുസമൂഹത്തിന് സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കാൻ സതീശൻ കഴിഞ്ഞു എന്നുള്ളതാണ് സതീശന്റെ ഒരു നേട്ടം. കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾ ടീം UDF ആണ് എന്ന് പറയുന്ന, അതിന് വലിയൊരു സന്ദേശം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തൊരുമയോട് കൂടിയാണ് നിൽക്കുന്നത്, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ പറ്റി. പ്രത്യേകിച്ചും ഈ ഒരു ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലല്ലോ ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അവർ ചില വിദ്യാഭ്യാസ രംഗത്തൊക്കെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഐഡിയാസ് പുറത്തു പറഞ്ഞു, ആരോഗ്യരംഗം നവീകരിക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ പ്രായമായ വൃദ്ധജന സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ, ഇതൊക്കെ തന്നെ കേരളത്തിൽ ജനം ചർച്ച ചെയ്താണ്. പിന്നീടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങൾ, അതൊക്കെ തന്നെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അല്ല, ഇപ്പം വലിയ വിജയം നേടി, UDF വിജയം നേടി, സതീശൻ പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റ് കടക്കുകയും ചെയ്തു. അപ്പൊ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശൻ എന്തെങ്കിലും വെല്ലുവിളി വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, കോൺഗ്രസ് അല്ലേ പാർട്ടി, പലരും തന്നെ ഇപ്പൊ സീനിയർ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ തന്നെ ഇതിനു വേണ്ടി ചരട് വലിക്കുകയും അതിനുവേണ്ടി അവകാശവാദങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഉന്നയിക്കുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് VD സതീശന്റെ കോൺട്രിബ്യൂഷനെ, അദ്ദേഹത്തിന്റെ സംഭാവനയെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒറ്റ ഉദാഹരണം, കേരളത്തിൽ 2006 മുതൽ, അതായത് AK ആന്റണിയുടെ കാലത്ത് 2001 100 സീറ്റ് വാങ്ങിച്ചു വന്ന കോൺഗ്രസിന്റെ അടുത്തു നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യൻ, നായർ സമുദായങ്ങൾ, ഇതാണ് കോൺഗ്രസിന്റെ എല്ലാ കാലത്തെ വോട്ട് ബാങ്ക്. ഇതിനകത്തുനിന്ന് വലിയ തോതിലുള്ള ചോർച്ചയാണ് 2006 മുതൽ നമ്മൾ കണ്ടത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ ചോർന്നു പോയതായിരുന്നു കോൺഗ്രസിന്റെ ഈ 20 വർഷത്തെ തകർച്ചയെന്ന്. ഇതിനിടയ്ക്ക് 2011 അധികാരത്തിൽ വന്നെങ്കിൽ കേവലം 2 സീറ്റിന്റെ ഭൂരിപക്ഷം, അത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഔദാര്യത്തിലാണ് ആ 2 സീറ്റ് കിട്ടി അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയ ഒരു 20-25% വോട്ട് ബാങ്ക് സതീശൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ന്യൂനപക്ഷ സമുദായങ്ങളോട് അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടുള്ള ഒരു വിജയമാണിത്. അത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടു. അപ്പം എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കോൺഗ്രസിൽ നിന്നുള്ള ചോർന്നുപോയി എന്നുള്ളതിന്റെ ഒരു അന്വേഷണമാണ് കഴിഞ്ഞ 5 വർഷം നടത്തുകയും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു നെയ്ത്തുകാരനെ പോലും നെയ്ത് കൂട്ടുകയും ചെയ്തതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ കണ്ടത്. അല്ലെങ്കിൽ എവിടെയാണ് കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടുന്നത്? അത് നമ്മൾ കണ്ടത് ഈ ഇത്തവണത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ മുതലേ കോൺഗ്രസിന്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഒരു സംഭവമേ കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ 70 അല്ലെങ്കിൽ 50-60 വർഷമായി കോൺഗ്രസിന് ഒരു MLA സൃഷ്ടിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും, ഉദാഹരണത്തിന് വാമനപുരം പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ തരംഗം, വലിയൊരു സുനാമി കേരളത്തിൽ അടിക്കുന്നതിന്റെ ഒരു കാരണം. അതിനകത്തെ ഒരു 60 മുതൽ 70% വരെ കോൺട്രിബ്യൂഷൻ ശ്രീ VD സതീശന്റേതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആ മനുഷ്യൻ കഴിഞ്ഞ 5 വർഷം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചതിന്റെ റിസൾട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വിജയം എല്ലാവരുടേതും, പരാജയം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തയ്യാറാകുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവോ ഒരു രാഷ്ട്രീയ നേതാവോ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. വിജയം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ടാണെന്ന് പറയുകയും തോൽവി വരുമ്പോൾ എല്ലാവരുടെയും കൂടാണെന്ന് പറഞ്ഞ് തലയിൽ ഇട്ടിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന നേതാക്കളെയാണ് നമ്മൾക്ക്. പക്ഷെ ഇത് നേരെ മറിച്ചാണ് സതീശൻ പറഞ്ഞുകൊണ്ട്, വിജയം ഉണ്ടായാൽ അത് എല്ലാവരുടേതും. അതുകൊണ്ടാണ് ആ ടീം UDF എന്ന് പറയുന്ന വാക്ക് തന്നെ അയാൾ കോയിൻ ചെയ്ത്. പരാജയം ഉണ്ടായാൽ അത് എൻ്റേതാണ്, അതുകൊണ്ടാണ് ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. അതിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത വലിയ അംഗീകാരമാണ് ഇത്. അപ്പൊ ഈ വിജയത്തിന്റെ ഒരു ശില്പികളിൽ ഏറ്റവും
എന്താ പറയുക, ഒരു പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് സതീശൻ ഉയർന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത്.